നമുക്കിന്നൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ കുറച്ച് പേടിയാണ് നമുക്ക്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെങ്ങനെ കാണും, നമ്മളെ ജഡ്ജ് ചെയ്യുമെന്നൊക്കെ പേടിയാണെന്ന് വിചാരിക്കുക. പക്ഷേ പോവുകയും വേണം. നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കുണ്ട്. അത് ആദ്യമൊക്കെ നമുക്ക് വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുകയും എന്നാൽ പതുക്കെ പതുക്കെ നമുക്ക് അത് ഈസിയായി മാറുകയും ചെയ്യുന്നതാണ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ കോൺഫിഡൻസ് ഉള്ളതായി നമ്മൾ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെ ശരിയാവും, അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും അല്ലേ. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൂടെ എല്ലാ സ്കിൽസും നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് റീച്ച് ചെയ്യുന്നത് വരെ അതുപോലെ നമ്മൾ ആയിത്തീരുക. നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ആ രീതിയിലാക്കി തീർക്കുക എന്നുള്ള ഒരു പ്രാക്ടീസും അതിൻ്റെ അകത്ത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു കല്യാണത്തിന് പോകണം, ഒരു ഫ്രണ്ട്സിനെ കുറേ പേര് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പോകണമെന്ന് വിചാരിക്കുക. നമുക്ക് എന്തൊക്കെയോ ഒരു ധൈര്യത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അതിനുശേഷം അതൊന്ന് മുഖത്തേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ പേടിച്ച് നമ്മളിങ്ങനെ കുനിഞ്ഞിരിക്കുന്ന പോലത്തെ ബോഡി ലാംഗ്വേജ് ഒന്നും ആയിരിക്കില്ലല്ലോ. നമ്മൾ വളരെ ആൾക്കാരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കും. നമ്മുടെ ബോഡിയിൽ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ധൈര്യം പ്രകടമാക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി പോസ്ചർ ആയിരിക്കും. നമുക്ക് വീക്ക്നെസ് ഒന്നും തോന്നുന്നില്ല, വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ബോഡി ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ പ്രാക്ടീസിന് ശേഷം നമ്മൾ ധൈര്യമായിട്ട് ആ സിറ്റുവേഷനിലേക്ക് പോവുക. ആദ്യമൊക്കെ ഉറപ്പായിട്ട് നമുക്ക് ടെൻഷനും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷെ പതുക്കെ പതുക്കെ റിപ്പീറ്റഡ് പ്രാക്ടീസിലൂടെ നമുക്കിത് മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം നമുക്ക് അങ്ങനെയല്ല നമ്മളെങ്കിൽ പോലും അത് ആക്ട് ചെയ്യുന്നതിലൂടെ പതുക്കെ പതുക്കെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനും അതൊരു സ്വാഭാവിക സാധാരണ സ്വഭാവമായിട്ട് ഒരു രീതിയായിട്ട് ഭാവിയിൽ മാറാനും സാധിക്കും.